മ്യൂച്വൽ ഡിവോഴ്സിന് അഗ്രി ചെയ്തതിന് ശേഷം ആദ്യം തീരുമാനിച്ചു മ്യൂച്വൽ ഡിവോഴ്സായി പോകാമെന്ന് ഹസ്ബൻഡും വൈഫും. അതിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി. അതിനുശേഷം ഭാര്യ പറയണു, എനിക്ക് മ്യൂച്വൽ താല്പര്യമില്ല, ആക്രാന്തം മൂത്ത് ഭർത്താവിൻ്റെ ഉള്ള പൈസയും സാധനങ്ങളും ബാക്കി എല്ലാം അവനവൻ്റെ പേരിലാക്കാനുള്ള ആ ആക്രാന്തം ഉണ്ടല്ലോ, ആ ആക്രാന്തം കൊണ്ടാണ് പിന്നീട് മൈൻഡ് ചേഞ്ച് ആവുന്നത് ഭാര്യയുടെ. എന്നിട്ട് ഭാര്യ പറയണു, ഇനി ഞാൻ മ്യൂച്വലിന് തയ്യാറല്ല, നമുക്ക് ഡിവോഴ്സായിട്ട് കണ്ടസ്റ്റ് ഡിവോഴ്സായിട്ട് മൂവ് ചെയ്യാമെന്ന്. അങ്ങനെ ഭാര്യ പറയുവാണെങ്കിൽ ആദ്യം മ്യൂച്വലിന് തയ്യാറായിട്ട് എഗ്രിമെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഇനി എനിക്ക് മ്യൂച്വൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് നമ്മുടെ സുപ്രീം കോർട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഹൈക്കോർട്ടുകളല്ല. ഇനി ചിലർ ചോദിക്കും, മാം ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക ഹൈക്കോർട്ടോ അല്ലെങ്കിൽ ചെന്നൈ മദ്രാസ് ഹൈക്കോർട്ടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഹൈക്കോർട്ട് അത് കേൾക്കുമോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇത് സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റാണ്, അല്ലെങ്കിൽ ഓർഡറാണ്, അല്ലെങ്കിൽ സുപ്രീം കോർട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും അനുസരിച്ചേ പറ്റൂ. അപ്പോൾ കുറേ ഭർത്താക്കന്മാർ ഇതുപോലെ കഷ്ടപ്പെടുന്നവരുണ്ട്. ആദ്യം മ്യൂച്വൽ എന്ന് പറഞ്ഞു, ഒരു 5 ലക്ഷം 10 ലക്ഷം ഓക്കെ പറഞ്ഞു ഭർത്താവ്. അത് കഴിഞ്ഞിട്ട് ഭാര്യയ്ക്കൊരു തോന്നൽ, പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇനിയുണ്ട്, അതും കൂടെ വലിക്കാം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. ആ തോന്നൽ ഇനി നടക്കില്ല കേട്ടോ. അപ്പം ഭർത്താക്കന്മാരുടെ ശ്രദ്ധിക്ക്, ഇങ്ങനെ മ്യൂച്വൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി എടുത്ത് വെക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പം ചിലർ നോട്ടറി പോയിട്ട് അത് രജിസ്റ്ററും ചെയ്യും, അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചോളൂ. പിന്നീട് മ്യൂച്വൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് നോക്കാം കേട്ടോ.